ഏ മധുട്ടാ, എന്താ നിങ്ങളെ ശശിയേട്ടനെ വിളിച്ചേ. എന്തിനു? അയാളെ ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. ഹൈ, ചിക്കൻ മേടിച്ചിന് എന്താണ്? എന്താന്നാ അയാളെ പറഞ്ഞ അയാളുടെ വീട്ടിലത്തെ അവസ്ഥയാണ് പ്രശ്നമാണെന്നൊക്കെ എനിക്ക് ഉറപ്പാണ് മധുട്ടാ. അയാളുടെ കുടുംബം ചേർന്ന് എന്തോ ടൈപ്പ് ഒപ്പിക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഭാഷേ, നിന്റെ ഈ തൊഴുത്തുകുത്ത് സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണട്ടാ. മതേട്ട അങ്ങനെയല്ല, പിന്നെ ഇതിലെന്തോ ബന്ധയുടെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് ബന്ധിയാണ്? പൂജകന്നല്ല, ഒരു കാര്യത്തിൽ ആൾ കിട്ടാനില്ല, എല്ലാത്തിനും മുങ്ങിയിട്ടുണ്ട്. ആണോ? ഇവൻ പറഞ്ഞ പോലെ ആളെ വീട്ടിലെന്തെങ്കിലും നടത്തണോ എനിക്ക് അറിയില്ല. നടത്തുന്നുണ്ട്. അത് കൈയോടെ പൊക്കിയിട്ട് നിങ്ങളത് പറയാന്ന് വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തൊഴുത്തി കുത്തിയാക്കുമല്ലോ. ആ ചിലപ്പാക്കും. ആ ഇല്ല, ഇനി പ്രശ്നമില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നമ്മൾ ഇപ്പൊ പൊളിച്ചു. നിങ്ങൾ വിളിക്കുക ചേട്ടനെ, അല്ലെങ്കിൽ വേണ്ട അവസാനെ നീ വിളിക്ക്. നീ വിളിച്ചിട്ട് പറ ആ പൂജയുടെ ഡേറ്റും ടൈമും കറക്റ്റ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ. ഒന്ന് വിളിച്ചാ. ഹലോ. ആ ശശേട്ടാ. ആ ഒന്നുമില്ല, എന്ന് എത്ര മണിക്കാണ് അവിടെ വന്ന് പൂജ നടത്തേണ്ടതെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ഇനി അവിടെ കൂടെ നടത്താൻ ബാക്കിയുള്ളൂ, അത് ഞാൻ ലിസ്റ്റ് കയറ്റാം. പ്രസാദ്, ഞാൻ മധുവേട്ടനോട് പറഞ്ഞിരുന്നു തൽക്കാലം എന്റെ കാര്യം നോക്കേണ്ടത്. ലിസ്റ്റ് കയറ്റിക്കോ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അവിടെ നടത്തിയില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത് നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതാ, അതുകൊണ്ട് എന്താ അവിടെ നടത്താത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വന്ന് സംസാരിക്കാം. ആ വാ, പെട്ടെന്ന് വാ. ആഹാ ആ മാങ്ങ തൊലി.